ഷാഹി കപൂറിൻ്റെ മറ്റൊരു നല്ല ക്വാളിറ്റി ഉള്ള ഒരു പോലീസ് സ്റ്റോറിയാണ് റോന്ത്. ഒരു നൈറ്റ് പെട്രോളിങ്ങിനിടയിൽ നടക്കുന്ന കുറച്ച് ഇൻസിഡൻസ് ആണ് സിനിമയിൽ ചർച്ച ചെയ്യുന്നത്. ആൻഡ് ഈ സിനിമയുടെ ആ ഒരു നറേഷനും ഇതിൻ്റെ ആ ഒരു സ്റ്റോറി ടെല്ലിങ്ങിന് വിധമൊക്കെ അതിഗംഭീരം എന്ന് പറയാം. കാരണം ഒരു നിമിഷം പോലും നമുക്കൊരു ബോറടിയോ ലാഗോടിയോ ഇല്ലാതെ ഒരു 2 മണിക്കൂർ മാത്രമേ സിനിമയുടെ റൺ ടൈം ഉള്ളൂ. പക്ഷേ എനിക്കിത് ഒരു 3 മണിക്കൂർ 3.5 മണിക്കൂറൊക്കെ കണ്ട പോലെ ഫീൽ ചെയ്തു. അത് ലാഗ് അടിച്ചിട്ടല്ല, അതിൻ്റെ അത്രയും എൻഗേജിങ് ആയിട്ടുള്ള ഫാക്ടർ കാരണം ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സിനിമയിൽ ചർച്ച ചെയ്ത് പോകുന്നുണ്ട്. ഒരു സിനിമയിൽ കാണിക്കാൻ പറ്റാത്ത അത്രയും കൂടുതൽ കാര്യങ്ങൾ അത് നമ്മളൊട്ടും മുഷിപ്പിക്കാതെ എല്ലാം ഇൻ്റർലിങ്ക് ചെയ്ത് ജസ്റ്റ് ആ ഒരു ഫ്ലോയിൽ നമുക്ക് ഒരു രാത്രി ഇത്രയും കാര്യങ്ങളൊക്കെ നടക്കുമോ നമ്മൾ പല സമയത്ത് വിചാരിച്ച് പോകുന്ന രീതിയിൽ അത്രയും ഇൻസിഡൻസ് പാക്ക് ചെയ്ത് ട്രിം ചെയ്ത് ആ ഒരു 2 മണിക്കൂറിൽ ഇവർക്ക് പ്രോപ്പറായിട്ട് ഡെലിവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് വെറുതെ കുത്തിക്കറ്റി വെറുതെ കുറേ റാൻഡം ആയിട്ടുള്ള കുറേ ഇൻസിഡൻസ് അല്ല, എല്ലാതും ഇന്റർ കണക്ട് ചെയ്ത് അതിൻ്റെ ഇടയിൽ കൂടെ ഒരു സ്റ്റോറിയിലേയും പോകുന്നുണ്ട്. സോ അത് പ്രോപ്പറായിട്ട് കണക്ട് ചെയ്ത് അവസാനം കൊണ്ട് എൻഡ് ചെയ്യും. എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ഭയങ്കര ഡാർക്കായ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള നല്ലൊരു പോലീസ് സ്റ്റോറി കണ്ട ഒരു ഫീൽ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇതിനു മുമ്പ് ഇദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള മറ്റ് സിനിമകൾ പോലെ തന്നെ ഇപ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടിയൊക്കെ കുറച്ചും കൂടി ഒരു കൊമേഴ്ഷ്യൽ വാല്യുള്ള പടമാണെന്ന് പറയാം. പക്ഷേ നായാട്ടും അല്ലെങ്കിൽ ഇപ്പോൾ ഇലിവീഴ പൂഞ്ചിറ ആ രീതിക്കുള്ള ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആൻഡ് ഇതിൽ 2 മെയിൻ കാസ്റ്റ് റോഷൻ മാത്യൂസിൻ്റെയും ദിലീഷ് പോത്തൻ്റെ ഒക്കെ കിട്ടിലും പെർഫോമൻസ് ആണ്. എസ്പെഷ്യലി ദിലീഷ് പോത്തൻ്റെ ക്യാരക്ടറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മൂപ്പരുടെ ആ ഒരു എന്തൊക്കെ ഷെയ്ഡ് മൂപ്പരുടെ ക്യാരക്ടറിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ലേയർഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. വെറുതെ വന്ന് പെർഫോം ചെയ്ത് പോവല്ല, ആ ഒരു ഉള്ളിലുള്ള കോൺഫ്ലിക്റ്റുകളൊക്കെ തന്നെ ആ ഒരു ക്യാരക്ടർ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്, പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പോലീസുകാർ ഫേസ് ചെയ്യുന്ന അവരുടെ ഉള്ളിലുള്ള പൊളിറ്റിക്സും ഡിഫിക്കൽട്ടീസൊക്കെ തന്നെ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റുകളൊക്കെ തന്നെ മറ്റു പല സിനിമകളിലും കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു രാത്രി അല്ലെങ്കിൽ ഒരു നൈറ്റ് ലൈഫിൽ പോകുന്ന ഈ റോന്ത് പോകുന്ന കുറച്ച് ആൾക്കാരുടെ പേഴ്സണൽ ട്രോമാസും അതെങ്ങനെ തന്നെ ഇവർ കാണുന്ന കാര്യങ്ങളിലൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് സിനിമ ചർച്ച ചെയ്യുന്നത്. സോ കുറേ ലേയർഡ് ആയിട്ടുള്ള, കുറേ ചിന്തിക്കാനുള്ള, എന്നാൽ കുറേ മനസ്സിലാക്കാനുള്ള, എന്നാൽ നല്ലൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് കൂടി തരുന്ന എല്ലാം കൊണ്ടും മിക്സ് ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് മൂവി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഫുൾ ഓൺ ഫുൾ രാത്രിയാണ് ഈ സിനിമ നടക്കുന്നത്. സോ അതിൻ്റേതായ സൗണ്ട് ഡിസൈൻസും ക്യാമറ വർക്കുകളൊക്കെ തന്നെ കിഡിലിനായിട്ട്, സോ മൊത്തത്തിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള, എന്നാൽ എല്ലാത്തിലും ഉപരി ഈ സിനിമയുടെ സ്ക്രീൻ പ്ലേ അല്ലെങ്കിൽ ഇതിൻ്റെ എഴുത്താണ് ടോപ്പായിട്ട് നിൽക്കുന്നതെന്ന് പറയാം. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ഭയങ്കര സെപ്പറേറ്റ് ആയിട്ട് ഭയങ്കര ഓടായിട്ട് തോന്നേണ്ട കുറേ കാര്യങ്ങളാണ് സിനിമയിൽ ചർച്ച ചെയ്ത് പോകുന്നത്. കാരണം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്കാറ്റർ ചെയ്ത് കിടക്കുന്ന ഒന്നല്ല, ഒരു 10-20 ഇൻസിഡൻസ് ഉണ്ടാകും. കോൺഫ്ലിക്റ്റ് അപ്പോൺ കോൺഫ്ലിക്റ്റ് ആണ്. ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ അടുത്തൊരു ഇവൻറ്റ് വരും, പിന്നെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അടുത്തൊരു ഇവൻറ്റ് വരും. ഇതെങ്ങനെ സോൾവ് ചെയ്യും, അത് കഴിഞ്ഞ് അടുത്തേക്ക് എങ്ങനെ പോകും എന്നുള്ള ഒന്ന് കഴിയുമ്പോഴേക്കാണ് അടുത്ത് വരുന്നത്. സോ ഇങ്ങനെ ഭയങ്കര ഒരു നിമിഷം പോലെ നമുക്ക് ഓക്കെ ഇവിടെ ഒരു ഗ്യാപ്പ് വന്നല്ലോ, ഇവിടെ ഇത്തിരി സ്പേസ് വന്നല്ലോ, ഇവിടെ കുറച്ച് സമയം ഇങ്ങനെ അനാവശ്യമായിട്ട് പോയി നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യാത്ത 2 മണിക്കൂർ നമ്മൾ പിടിച്ചിരുത്തുന്ന നല്ലൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് റോന്ത്. തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കണ്ടുവെക്കണം. ഇതിപ്പോൾ OTT കണ്ടാൽ എനിക്ക് തോന്നുന്നില്ല ഇത്രയും ഇമ്പാക്റ്റ് ഈ സിനിമയ്ക്ക് കിട്ടുന്നുള്ളത്. കാരണം നമ്മൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എൻഗേജ് ആയി പോകും. പക്ഷേ തിയേറ്ററിൽ, പാക്ഡ് ആയിട്ടുള്ള തിയേറ്ററിൽ നമ്മൾ 2 മണിക്കൂർ ഫുൾ ഓൺ ഫുൾ ഇരുന്ന് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. തീർച്ചയായിട്ടും കണ്ടുവെക്കുക. പണ്ടിടയ്ക്ക് ഇതേപോലെ തമിഴിൽ നിന്ന് കുറേ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല കുറേ പോലീസ് സ്റ്റോറീസ് ഒക്കെ ഇടയ്ക്ക് കിട്ടാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴൊന്നും അങ്ങനെ കാണാറില്ല. ഇപ്പോൾ ഫുള്ള് മലയാളത്തിലാണ്. സോ ഇങ്ങനെ കയ്യിൽ നിന്ന് ഇനിയും ഇതേപോലത്തെ നല്ല കുറേ പോലീസ് സ്റ്റോറികൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. സോ സിനിമ കണ്ടവരുണ്ടെങ്കിൽ സിനിമ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.